ക്ഷമിക്കണം, ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ബാങ്കിൽ നിന്ന് പുതിയൊരു അക്കൗണ്ട് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെരിഫിക്കേഷനായിട്ട് അവർ വന്നു. അപ്പം അവർ ആധാർ കാർഡ് വെച്ച് ചെയ്തതിൻ്റെയൊക്കെ OTP അതൊക്കെ വന്നത് ഇതിലാണ്. അപ്പം ഈ ഫോൺ ലൈവ് വീഡിയോയുടെ സമയത്ത് അത്തരം മെസ്സേജുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് അത് ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അതൊന്ന് പുതിയൊരു ലൈവ് വരാൻ നോക്കുമ്പം സാധിക്കുന്നില്ല. എന്തോ എറർ കാണിക്കുന്നു. ഞാനിപ്പോൾ ഒരു 10 പ്രാവശ്യത്തോളം ട്രൈ ചെയ്തു, അതാകുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡഡ് വീഡിയോ ആയിട്ടിടാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അവിടുന്ന് കുറേ നേരം ഞാൻ നോക്കിയില്ലായിരുന്നു എന്തായിരുന്നു സംഭവിച്ചതെന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1017 പ്രോഫിറ്റിൽ നിൽക്കുന്നു. ഞാൻ 30-ലാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ 29 ക്രോസ് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് കാണാം 29 ക്രോസ് ചെയ്ത് പോയി. എൻ്റെ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ വന്നു. ഓക്കെ, അതാണ് കുറച്ച് സമയം നമ്മൾ നോക്കിയിരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങാം. 1045 പ്രോഫിറ്റ്, അല്ലെങ്കിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷേ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം. നോക്കട്ടെ നിഫ്റ്റിയുടെ ചാർട്ട് എങ്ങനെയാണെന്ന്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. സ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ കാണിക്കുന്നു. അവിടുന്ന് ഒരു 23,740 നിന്നൊരു സപ്പോർട്ട് എടുത്ത് മേളിലോട്ട് പോവുകയാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ സ്റ്റോക്കിനെ അത് എത്രത്തോളം ബാധിക്കുമെന്നറിയില്ല. നമ്മുടെ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അവിടുന്ന് അതൊരു സപ്പോർട്ട് എടുത്ത പോലെ തോന്നുന്നു. ഓക്കെ, പ്രോഫിറ്റ് വന്ന ട്രേഡ് ലോസിലേക്ക് ചിലപ്പോൾ പോയേക്കാം. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നോക്കാം. കാരണം ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിരുന്നു. അതാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു ബോക്സിനുള്ളിൽ നിൽക്കുകയാണ്. 51,400-നും 51,120-നും ഇടയിൽ. ഓക്കെ, ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റീടെസ്റ്റും അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, 1155 അവിടെ പ്രോഫിറ്റ് കാണിക്കുന്നത്. ഓക്കെ, ലക്ഷണം കണ്ടിട്ട് മാർക്കറ്റ് കുറച്ച് മുകളിലേക്കോ പോകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. ഒരു റീടെസ്റ്റ് അവിടെ എടുത്തതുകൊണ്ട്, ഒരു സപ്പോർട്ട് അവിടെ എടുത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് വാച്ച് ചെയ്യാം. ഒരു ചെറിയ റിസ്ക് തന്നെ അവിടെ എടുക്കുകയാണ്. ഓക്കെ, നല്ല പ്രോഫിറ്റിലെത്തിയതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായില്ല. 1127, എനിക്ക് തോന്നുന്നു 29 നമ്മൾ മുമ്പ് വെച്ച ടാർഗറ്റ്. ഇപ്പം 29.5. ഓക്കെ, ഇപ്പം വന്ന ക്യാൻഡിൽ അനുസരിച്ച് ഇവിടെ ഡൗണിലേക്ക് പോകാനാണ് സാധ്യത. 1320 ഓക്കെ, 29.40. ഓക്കെ, ഒരു ചെറിയ അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടെ. 735. ഓക്കെ, അതൊരല്പം താഴേക്ക് വന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 1320 ഞാൻ വിചാരിക്കുന്നു ഇവിടെ അങ്ങ് ഇറങ്ങുന്നതായിരിക്കാം സേഫ്. ഞാൻ 30 വെച്ചിരുന്നു ടാർഗറ്റ്. പക്ഷേ എങ്കിലും ഓക്കെ, അത് തിരിച്ചൊരല്പം അങ്ങോട്ട് പോയി. ഓക്കെ,
കാൽക്കുലേഷൻസൊക്കെ കുറച്ച് മാറിപ്പോയി. ഇടയ്ക്കൊന്ന് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയപ്പോൾ. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, 735.30 നിൽക്കുന്നു. ഓക്കെ, നമ്മുടെ ട്രേഡ് 1237 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ അധികം കിടന്ന് കറങ്ങുന്നത് നമ്മളുടെ സ്ട്രെസ്സ് കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ. ഓക്കെ, താഴേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഉള്ള പ്രോഫിറ്റ് പോകുമോ എന്നൊരു പേടിയുണ്ട്. അതോ അവിടെ ഇനി റെസിസ്റ്റൻസ് ആയോ? ഓക്കെ, ലക്ഷണം കണ്ടിട്ട് തിരിച്ച് മേളിലോട്ട് പോകണം. മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഒരു ക്യാൻഡിലിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്. അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു, അടുത്ത ക്യാൻഡിൽ ഏകദേശം സെയിം ലെവലിൽ ഓപ്പൺ ചെയ്തു. അവിടുന്ന് അത് ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ, മുകളിലേക്ക് കയറാനുള്ള ഒരു സ്ട്രഗിളാണ് കാണുന്നത്. ഓക്കെ, 1182 നിൽക്കുന്നു. ഇവിടെ അത് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് സസ്റ്റെയിൻഡ് ആകാനാണ് സാധ്യത. ക്യാൻഡിൽ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 80, 85 അങ്ങനെ ലെവലിലോട്ട് അത് കയറാനാണ് സാധ്യത. ഓക്കെ, ഒരല്പം താഴോട്ട് വന്നാൽ ഇറങ്ങാമായിരുന്നു. ഓക്കെ, 1100 ആ ലെവലിൽ വന്നു. 735, 90 ആ ലെവലിൽ അതൊന്ന് മേളിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവിടെ ഞാനൊന്ന് ഇവിടെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 29 ഞാൻ എക്സിക്യൂട്ടീവ് ചെയ്തു. കുറച്ചുകൂടി മുമ്പോട്ട് പോയി. പക്ഷേ എങ്കിലും ഇടയ്ക്കൊരു ഇൻട്രപ്ഷൻ വന്നത് മൂലം എനിക്ക് അതിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി. മുമ്പ് ഞാൻ നോക്കുന്നു, എനിക്ക് തോന്നുന്നു 1500 വരെ പ്രോഫിറ്റ് എത്തിയതാണ്, 30-നടുത്ത് വന്നതാണ്. എങ്കിലും ഞാൻ മുമ്പേ വെച്ച ആ ഒരു ഇത് പ്രകാരം 1100 ഞാൻ ഇറങ്ങി അവിടെ നിന്നൊരു റിസ്ക് എടുത്തില്ല. പക്ഷേ ആ ക്യാൻഡിൽ ഇപ്പോഴും എനിക്കൊരു വിശ്വാസമില്ല. തിരിച്ച് കുറച്ചുകൂടെ കയറാം, പിന്നെയും തിരിച്ചു വരാം. ഓക്കെ, എങ്കിലും 29.35 വരെയൊക്കെ എത്തി. ഓക്കെ, അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെ പോട്ടെ. 41ാമത്തെ ട്രേഡാണ്. 41ാമത്തെ ട്രേഡ് പ്രോഫിറ്റിലെത്തിക്കാൻ കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഉദ്ദേശിച്ചതൊരു ടാർഗറ്റ് കിട്ടിയില്ല. മാർക്കറ്റ് കണ്ടീഷൻസ് അങ്ങനെയാണ്. നമുക്ക് ഒരു സ്റ്റോക്കിനെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ചെറിയ ഒരു റീടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ളൊരു പോകാൻ വഴി. അല്ലെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്തേനെ. ഓക്കെ, 41 ട്രേഡ് ആയെന്നുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷേ പ്രോഫിറ്റ് അവിടെ കുറഞ്ഞു പോയി. കുഴപ്പമില്ല. മാർക്കറ്റ് ഓക്കെ, നമ്മൾ ഇറങ്ങിയതും അതിനൊരു ചെറിയ ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, അതിലോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ മാർക്കറ്റ് ക്ലോസ് 1.5 മണിക്കൂറേ ഉള്ളൂ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്. 2200 ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കാണിക്കുവാണ്. ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ പ്രോഫിറ്റ് കാണിക്കാറുണ്ട്, ഒത്തിരി കൂടുതൽ പ്രോഫിറ്റ്, താഴെ 2200. പക്ഷേ അതൊന്നും സത്യമല്ല. 1100 ഇപ്പോഴാണ് സത്യമായത്. ഓക്കെ, ഒരു റൗണ്ട് നമ്മൾക്കൊന്ന് നോക്കാം. ഏറ്റവും മുകളിൽ ടാറ്റ മോട്ടോഴ്സാണ്, അദാനി എൻ്റർപ്രൈസസ്. അതിൻ്റെ താഴെ 735.35 കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ ടാറ്റ സ്റ്റീൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, വിപ്രോ അങ്ങനെയൊക്കെ നിൽക്കുന്നു. ടൈറ്റാൻ. ഓക്കെ, ടൈറ്റാനിലൊക്കെ ഒരു ട്രേഡ് എടുക്കാനുള്ള മൂഡുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഇത് പോയി. നമുക്ക് നോക്കാം. നാളെ ചെറിയ വർക്കുണ്ട്. എങ്കിലും പരമാവധി നമ്മൾ ലൈവിൽ ഉണ്ടാവാൻ ശ്രമിക്കാം, പാർഷ്യലായിട്ടെങ്കിലും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഔ ബാങ്കാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഏറ്റവും താഴെ. ഓക്കെ, അപ്പം
ആ ഒരു ലൈവിൽ ഇൻട്രഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു അഡീഷണൽ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾക്ക് നാളെ കാണാം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.